അസ്സലാമു അലൈക്കും. ബോഡി മെഷർമെൻറ്റിൻ്റെ കൂടെ എത്ര ഇഞ്ച് ലൂസ് കൂട്ടണം എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയമാണല്ലോ അല്ലേ? അപ്പോൾ ചുരിദാർ, ബ്ലൗസ്, മാക്സി, കുട്ടികളുടെ ഡ്രസ്സ് ഇതിൻ്റെയൊക്കെ കൂടെ എത്ര ഇഞ്ച് ലൂസ് കൂട്ടണം എന്നുള്ള സംശയം നമുക്ക് തീർക്കാൻ പറ്റുമെന്ന് നോക്കാം. ചുരിദാറിന് സാധാരണയായി ടൈറ്റ് ഫിറ്റ്, നോർമൽ, എക്സ്ട്രാ ലൂസ് എന്നിങ്ങനെയാണല്ലോ കൊടുക്കാറ്. അപ്പോൾ ടൈറ്റ് ഫിറ്റിൻ്റെ കൂടെ 1 ഇഞ്ചും നോർമലിൻ്റെ കൂടെ 2 ഇഞ്ചും എക്സ്ട്രാ ലൂസിൻ്റെ കൂടെ 4 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് എങ്ങനെയാണ് ഒരു മെഷർമെൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചെസ്റ്റ് അളവ് അഥവാ നെഞ്ചിൻ്റെ വണ്ണം 36 ഇഞ്ചും ഷേപ്പിൻ്റെ ഭാഗത്തെ വണ്ണം അല്ലെങ്കിൽ വീതി 32 ഇഞ്ചും പിന്നെ സീറ്റ് ഭാഗം അതായത് ഹിപ്പ് റൗണ്ട് ഓപ്പൺ ഭാഗത്തെ ചുറ്റളവ് അത് ഒരു 40 ഇഞ്ചും ഉള്ള ഒരു കസ്റ്റമറുടെ അളവാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത്. സാധാരണയായി തുണിയിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ തുണീനെ 4ആയി മടക്കിയിട്ട് അതിൻ്റെ ഒരു ഭാഗത്താണല്ലോ മാർക്ക് ചെയ്യുന്നത്. അതേപോലെ ഈ ചെസ്റ്റ് അളവിനെ നമ്മൾ 4ആയി മാർക്ക് ചെയ്യുക, 4ആയി ഭാഗിക്കുക. അപ്പോൾ 36/4 വരുമ്പോൾ നമുക്ക് 9 ഇഞ്ച് കിട്ടും. ആ 9 ഇഞ്ചിനെ 1/4 ഭാഗം ചേർക്കുക. അപ്പോൾ 1/4 ഇഞ്ച്, 9.25 ഇഞ്ച് കിട്ടണം. ഇതിൻ്റെ കൂടെ എക്സ്ട്രാ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർക്കാൻ മറക്കരുത്. ഇതേപോലെ നമ്മൾ ഷേപ്പ് ഭാഗത്തെ അളവും 8 ഇഞ്ചാണ് നമുക്ക് 4 ഭാഗം കിട്ടുക, 1/4 ഇഞ്ച് കൂട്ടണം. അപ്പോൾ 8.25 വരും. ഇനി സീറ്റ് ഭാഗത്ത് നമ്മൾ 40/4 ചെയ്യുമ്പോൾ 10 കിട്ടുന്നത്. അപ്പോൾ 10ൻ്റെ കൂടെ 1/4 ഇഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് 10.25 ഇഞ്ച് കിട്ടണം. ഇനി ഇത് നോർമലിൽ എങ്ങനെയാണ് നമ്മളിത് എടുക്കുന്നത് എന്ന് നോക്കാം. നോർമലിൽ 2ൻ്റെ 4 ഭാഗമായ 1/2 ഇഞ്ചാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. അതായത് 9 ഇഞ്ചിൻ്റെ കൂടെയാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത്. 9.5, 8.5, 10.5 ഇങ്ങനെയാണ് വരുന്നത്. പ്ലസ് എക്സ്ട്രാ തയ്യൽ തുമ്പുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ ലൂസ് അത് 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. 4ൻ്റെ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ 1 ഇഞ്ച്. അപ്പോൾ 9 + 1 10 ഇഞ്ചും 8 + 1 9 ഇഞ്ചും പിന്നെ 10 + 1 11 ഇഞ്ചും കിട്ടുന്നു. ഇതിൻ്റെയൊക്കെ കൂടെ എക്സ്ട്രാ 1.5 ഇഞ്ച്. പിന്നെ സീറ്റ് ഭാഗത്ത് 1 ഇഞ്ചാണ് നമ്മൾ ലൂസ് കൊടുക്കുന്നത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെസ്റ്റും ഷേപ്പും 1.5 ഇഞ്ചും സീറ്റ് ഭാഗത്ത് 1 ഇഞ്ചും. ഇനി ടൈറ്റ് ഫിറ്റിന് നമ്മൾ എന്തായാലും സിബ് കൊടുക്കണം, അല്ലെങ്കിൽ അത് ഇടാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് ബാക്ക് ഭാഗത്ത് നമ്മൾ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക തന്നെ വേണം കേട്ടോ. ഈ ഒരു അളവ് കൂട്ടാതെയാണ് 1/2 ഇഞ്ച് കൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ബ്ലൗസിൽ എങ്ങനെയാണ് നമുക്കിത് മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ബ്ലൗസിനെ നമ്മൾ ലൈനിങ് ബ്ലൗസ്, നോർമൽ ബ്ലൗസ് ഇങ്ങനെ 2ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ലൈനിങ് ഇട്ട ബ്ലൗസിൽ 28 ഇഞ്ച് മുതൽ 30 ഇഞ്ച് വരെ നമുക്ക് ഒരു 30 ഇഞ്ച് വരെയുള്ള അളവുകൾക്ക് 1 ഇഞ്ച് ലൂസ് കൊടുക്കാം. ഈ അളവിൻ്റെ മെഷർമെൻറ്റിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസ് ലൈനിങ് ബ്ലൗസിൻ്റെ കൂടെ. 30 മുതൽ നമുക്കൊരു 38 ഇഞ്ച് വരെ നമുക്കൊരു 2 ഇഞ്ച് ലൂസ് കൊടുക്കാം കേട്ടോ. ഇത് തയ്യൽ തുമ്പ് കൂടാതെയുള്ള അളവാണ് കേട്ടോ. എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുക്കാൻ മറക്കരുത്. ഇനി 39 ഇഞ്ച് മുതൽ നമുക്കൊരു 44 ഇഞ്ച് വരെ നമുക്കൊരു 2.5 ഇഞ്ച് ലൂസ് കൊടുക്കാം. ഇനി 44ൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ 45 അതിൻ്റെ എബോവ് 45 അതിൽ കൂടുതലോ അളവുകൾ വരികയാണെങ്കിൽ നമുക്ക് 45ൻ്റെ മുകളിലേക്ക് വരുമ്പോൾ നമുക്കൊരു 3 ഇഞ്ച് ലൂസ് കൊടുക്കാം. പ്ലസ് എക്സ്ട്രാ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. ചിലർ 1.25 കൊടുക്കുകയുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. 1.25 1.5 ആവാം. ഇനി ഇത് നോർമൽ ബ്ലൗസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമുക്കിത് 3/4 ഇഞ്ചേ കൊടുക്കേണ്ടുള്ളൂ. അതായത് 28 30 വരുമ്പോൾ 1 ഇഞ്ച് കൊടുക്കണോടത്ത് നമ്മൾ 3/4 ഇഞ്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് 30 38 വരുമ്പോൾ നമുക്കത് 1.5 ഇഞ്ചും ഈ 39 മുതൽ 44 ഇഞ്ച് വരെയുള്ളത് 2 ഇഞ്ചും വരുന്നു. പിന്നെ നമുക്ക് മറ്റേത് 2.5 ഇഞ്ച് കൊടുക്കാം. 45ൻ്റെ മുകളിലേക്ക് വരുന്നത് നോർമൽ ബ്ലൗസിൻ്റെ കാര്യത്തിൽ 2.5 ഇഞ്ച് കൊടുക്കണം. ഇനി നമുക്ക് കുട്ടികളുടെ ഡ്രസ്സ് എത്ര ലൂസ് കൊടുക്കണമെന്ന് നോക്കാം. കുട്ടികൾക്ക് എന്തായാലും സിബൊക്കെ ഉള്ളത് നല്ലതാണ്. അവർക്കത് ഇടുമ്പോൾ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ. നമ്മൾ ഇടുന്ന മാതിരി ഷേപ്പുള്ള ഡ്രസ്സൊക്കെ കുട്ടികളിടാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ സിബ് എന്തായാലും കൊടുക്കുക കേട്ടോ. അപ്പോൾ സാധാരണ നല്ല ടൈറ്റായിട്ടൊക്കെ ആണെങ്കിൽ 1 ഇഞ്ച് മുതൽ 1.5 ഇഞ്ച് വരെ ലൂസ് കൊടുക്കാം. ഇനി ഇത്തിരി കുറച്ച് ലൂസിലൊക്കെ വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 1.5 ഇഞ്ച് മുതൽ നമുക്ക് 2 ഇഞ്ചോ 2.5 ഇഞ്ച് വരെയും ലൂസ് കൊടുക്കാം കേട്ടോ. ഇത് കുട്ടികളുടെ കാര്യത്തിലാണ്. ഇനി നമുക്ക് മാക്സി അഥവാ നൈറ്റി എന്നൊക്കെ പറയില്ലേ, അത് എങ്ങനെയാണ് അതിൻ്റെ ലൂസ് കൊടുക്കണതെന്ന് നോക്കാം. ചില ആളുകൾ ഷേപ്പായിട്ട് മാക്സി ഇടുന്നവരുണ്ട്, ചിലർ ലൂസായിട്ടൊക്കെയാണ് മാക്സി ഇടുള്ളൂ. അപ്പോൾ
നമുക്ക് ഷേപ്പിൽ മാക്സി ഇടുന്നവരാണെങ്കിൽ ഒരു 3 ഇഞ്ച് മുതൽ 4 ഇഞ്ച് വരെ മെഷർമെൻറ്റിൻ്റെ കൂടെ ലൂസ് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് നല്ല അത്യാവശ്യം ലൂസിലൊക്കെ ഇടുന്ന ആളുകളാണ് ലൂസ് മതി എന്ന് പറയുകയാണെങ്കിൽ 4 ഇഞ്ച് മുതൽ 6 ഇഞ്ച് വരെ നമുക്ക് ലൂസ് കൊടുക്കാം. ഇത് ശരീരത്തിൽ നിന്ന് എടുത്ത അളവാണ്. ഇനി അളവ് എങ്ങനെ എടുക്കണമെന്ന് നോക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അളവ് ടൈറ്റിൽ എടുക്കരുത് ഒരിക്കലും. നമ്മൾ അളവ് ഒരു വിരൽ ഉള്ളിൽ ഇട്ടിട്ട് വേണം നമ്മൾ അളവ് എടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വിരൽ ഉള്ളിൽ വെച്ചിട്ടാണ് ആ ഒരു ലൂസിലാണ് നമ്മൾ കണ്ടോ ഇതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് വേണം നമ്മൾ അളവ് എടുക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ ടൈറ്റോ കൂടുതൽ ലൂസോ പാടില്ല. ഒരു വിരൽ ഉള്ളിൽ വെച്ച് ആ ഒരു ലൂസിൽ വേണം നമ്മൾ അളവ് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു മെഷർമെൻറ്റിൻ്റെ കൂടെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടത് കേട്ടോ.